ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ മക്കളെ, ഈ ലോകത്തിൽ വെച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള സമ്മാനം ഏതായിരിക്കും? പല സമ്മാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ കിട്ടും, കോളേജിൽ കിട്ടും, നാട്ടുകാർ തരും, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ കിട്ടും. അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ പലതരമുണ്ട്. എങ്കിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള സമ്മാനം ഏതായിരിക്കും? നോബൽ സമ്മാനമാണ്. ഓക്കെ, ലോകോത്തരമായിട്ടുള്ള സമ്മാനങ്ങൾ കാഴ്ചവെച്ച, ലോകത്തിന് തന്നെ ഗുണമുള്ള കാര്യങ്ങൾ സംഭാവന ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്നതാണ് നോബൽ സമ്മാനം. ഒക്കെ മില്യൺസ് ഓഫ് ഡോളറിന്റെ വലിയ പ്രൈസ് മണിയൊക്കെ ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പല പല വ്യത്യസ്തമായ ഫീൽഡുകളിലാണ് കൊടുക്കുന്നത്. ഉദാഹരണം, സമാധാനത്തിന് കിട്ടും, ലിറ്ററേച്ചറിന് കിട്ടും, മെഡിസിന് കിട്ടും, ഫിസിക്സിന് കിട്ടും, എക്കണോമിക്സിന് കിട്ടും. അങ്ങനെ പല വിഭാഗങ്ങളിലുള്ളവർക്ക് കൊടുക്കും. നിങ്ങളുടെ അറിവിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും ആ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മദർ തെരേസയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? മദർ ട്രീസ് ഓഫ് കൽക്കട്ടയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അമർത്യ സെൻ കേട്ടിട്ടുണ്ടോ? എക്കണോമിക്സിന് നമ്മുടെ ഇന്ത്യയിൽ അമർത്യ സെന്നിനാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പണ്ട് CV രാമന് ഫിസിക്സിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ബാലവേലയ്ക്കും ഈ സെക്ഷൽ അബ്യൂസിനും ഒക്കെ എതിരെ പ്രവർത്തിച്ച സത്യാർഹി എന്നുള്ള ഒരു വ്യക്തിക്ക്, കൈലാഷ് സത്യാർഹിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല രാജ്യക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത ചോദ്യം. ഓക്കെ, ഈ നോബൽ സമ്മാന ജേതാക്കളിൽ ദൈവവിശ്വാസികളുണ്ടോ? ഓക്കെ, ദൈവവിശ്വാസികളുണ്ടാവും. ഇനി എത്ര ഒരു 100% എടുത്താൽ എത്രയായിരിക്കും? നിങ്ങൾ ഒത്തിരി ചോദിച്ച് സിസ്റ്റർ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, 89%. അത് ഇത് പറയുന്നത് 1901 തുടങ്ങി 2000 വരെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് കിട്ടിയതാണ്. സിസ്റ്റർ വായിച്ച ഡോക്യുമെന്റിന്റെ ബേസിലാണ് സിസ്റ്റർ ഇത് പറയുന്നത്. അപ്പൊ 1901 മുതൽ 2000 വരെ ലഭ്യമായ കണക്ക് പ്രകാരം 89% ദൈവവിശ്വാസികളാണ്. അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ അതിൽ ക്രിസ്ത്യാനി വരാം, മുസ്ലിങ്ങൾ വരാം, ഹിന്ദു, ഏത് മതവിഭാഗങ്ങൾക്കും വരാം. അപ്പൊ എന്താ മെജോറിറ്റി 89% എന്ന് പറയുമ്പോൾ ഒരു വലിയ ശതമാനമല്ലേ 100-ല്? അത്രയും ദൈവവിശ്വാസികളാണ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന 10.5% ആൾക്കാർ, അതായത് ഫ്രീ തിങ്കേഴ്സ്, ഓക്കെ, ലിബറൽ തിങ്കിങ് ഉള്ളവര്, നിരീശ്വരവാദികള്, അഗ്നോയിസ്റ്റിക് എന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയത്തില്ല. ആ വിഭാഗത്തിലുള്ള കൂട്ടര്, ഈ 3 കൂട്ടരെ ഉൾപ്പെടുത്തുമ്പോഴാണ് 10.5%. ആ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ നോബൽ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യമാണ്, ക്രിസ്ത്യാനികൾക്കാണോ കൂടുതൽ നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്, അത് യഹൂദ മതത്തിലുള്ളവർക്കാണോ, അതോ മുസ്ലിം സഹോദരങ്ങൾക്കാണോ? ഞാൻ പറയട്ടെ. ഓക്കെ, 65%-ലധികം ക്രിസ്ത്യാനികൾക്കാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി 20% യഹൂദ വിഭാഗത്തിൽപ്പെട്ടവർക്കും 1% മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ്. ഓക്കെ, നോബൽ സമ്മാനത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡേറ്റ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ദൈവത്തെ കൂട്ടുപിടിച്ചവരാണ് മെജോറിറ്റി ഈ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള സമ്മാനം കൊണ്ടുപോയിട്ടുള്ളത്, അല്ലേ? അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അവരുടെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണ്, അല്ലേ? ഈ കൊണ്ടുപോയവരുടെയും ഈ വിശ്വസിക്കുന്ന നമ്മളും ഒന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമുക്ക് ചാടിക്കടക്കാൻ പറ്റും. ജീവിതത്തിൽ ഒരു മികവ് കൊണ്ടുവരണമെങ്കിൽ ഈ ദൈവത്തെയും കൂടി ചേർത്ത് പിടിച്ചാൽ നടക്കും എന്നല്ലേ പറയുന്നത്? മക്കളെ, നോബൽ സമ്മാനം വേണ്ട, ലോകത്തിൻ്റെ അവാർഡ് വേണ്ട. ജീവിതം നല്ല സന്തോഷത്തോടെ, മികവോടെ, പ്രതീക്ഷയോടെ, ഗുമ്മായിട്ട് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതിയിട്ട് കാര്യമല്ല, കൂട്ടിന് ദൈവത്തെയും ചേർത്ത് വെക്കുക. ദൈവം മുന്നിൽ നിന്ന് നടത്തും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരു സൈന്യത്തിൻ്റെ ബലമാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി വായോ, നമുക്കൊരു ചെറിയ പരീക്ഷണത്തിലൂടെ ചില കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ബലൂണാണ്, അല്ലേ? അപ്പോൾ ഇത് ബലൂണാണ്, റെഡ് കളറായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ബലൂണ്. ഓക്കെ, പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇത് ചീത്തയാകും. ബൂതി വീർപ്പിച്ചില്ലെങ്കിലും ദ്വാരം വരും, പ്രശ്നമാവും. അല്ലെങ്കിൽ വീർപ്പിച്ചാലും പൊട്ടാൻ സാധ്യതയുണ്ട്, ഡെലിഗേറ്റ് ആണ്, അല്ലേ? ഇതുപോലെയാണ് മക്കളെ നമ്മുടെ ജീവിതവും. ഓക്കെ, ഇനി സിസ്റ്റർ ഇത് കൈവെള്ളയ്ക്കുള്ളിൽ വെച്ച് ഇങ്ങനെ
തേരാപാര നടക്കുകയാണെന്ന് വിചാരിച്ചോ. നടന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? സിസ്റ്ററിൻ്റെ കൈക്കകത്ത് എന്താണെന്ന് പറഞ്ഞ് സൂം ചെയ്യോ? ഇല്ല, ആരും മൈൻഡ് ചെയ്യത്തില്ല. കയ്യിൽ ഇതുപോലെ വെച്ചാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അതുപോലെയാണ് മക്കളെ ചിലരുടെ ജീവിതം. ഓക്കെ, ചില ആൾക്കാർ എന്താണെന്നറിയാമോ, ഇതിങ്ങനെ ഇവിടെ കയ്യിൽ വെച്ചാൽ ആരും ശ്രദ്ധിക്കത്തില്ല, ഇവിടെ ഇരുന്നാൽ ഇത് അതേപടി അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, കഴിവും കപ്പാസിറ്റിയും ദൈവം തന്നതൊന്നും അത് വളർത്തി വലുതാക്കാതെ അങ്ങനെ തന്നെ ജീവിക്കുക. ഓക്കെ, അപ്പം മറ്റുള്ളവർക്കൊരു ഗുണകരമായിട്ടുള്ള, കുടുംബത്തിന് ഒരു വലിയ അഭിമാനമായി, നാടിന് വലിയ സംഭാവനകൾ നൽകുന്ന ഒരാളായി മാറാതെ വെറുതെ ജീവിച്ചു. ഒഴുക്കിനൊത്ത് ഒഴുകുന്നു. ഒഴുക്കിനൊത്ത് ഒഴുകുന്നത് എന്താ? തടിയാണ് ഒഴുക്കിനൊത്ത് ഒഴുകുന്നത്. ജീവനില്ലാത്തതൊക്കെ ഒഴുക്കിനൊത്ത് ഒഴുകും. ഓക്കെ, അതാണ് ആ ഒന്നാമത്തെ ബലൂൺ കാണിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഞങ്ങൾക്ക് ഈ ബലൂൺ എടുക്കാം. ഇതന്നെ, ഇതിനകത്ത് എന്തായിരിക്കും? എയർ ആണ് അല്ലേ? അപ്പോൾ ഉദാഹരണം, ഇനി ഇങ്ങനെ എയർ നിറച്ചിരിക്കുന്ന ബലൂണിനെ സിസ്റ്ററിന് ഒളിപ്പിക്കാൻ പറ്റുമോ? അല്ലേ, ഞാൻ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് നടക്കുള്ള കാര്യമല്ല. ലോകം കാണും. ഓക്കെ, ഇങ്ങനെ പിടിച്ചാൽ എന്നാ ചെയ്യും? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് കാണാൻ പറ്റും. ഇനി കുഞ്ഞു കുട്ടികളുടെ മക്കളുടെ കയ്യിൽ കൊടുത്താൽ അവരിങ്ങനെ തട്ടിക്കളിക്കും. നമ്മൾ വലുതായാലും ആരെങ്കിലും ഒരു തട്ടലൊക്കെ കൊടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കും. ഓക്കെ, നമുക്കിങ്ങനെയൊക്കെ തട്ടിക്കളിക്കാം. പലതിനും ഉപയോഗിക്കുന്നു. കണ്ണിന് ഒരു ആകർഷണം, ഒരു സന്തോഷം തരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പൊങ്ങുന്തോറും ആൾക്കാർക്ക് കുളിർമ തരുന്ന ഒരു സംഭവമായി മാറി. ഇതുപോലെയാണ് ചിലരുടെ ജീവിതം. അവർക്ക് കിട്ടിയ കഴിവുകളെല്ലാം അവരുടെ അധ്വാനം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് നിറയ്ക്കുന്നു. അതായത് കുഞ്ഞുകുട്ടികൾ പഠിക്കുന്നു, ABCD പഠിക്കുന്നു, വരയ്ക്കാൻ പഠിക്കുന്നു, സംഗീതം പഠിക്കുന്നു, മ്യൂസിക് പഠിക്കുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അല്ല സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകുന്നു, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നു. അങ്ങനെ എക്സ്ട്രാ സംഭവങ്ങൾ കൊണ്ട് നിറയുമ്പോൾ എന്നാ ചെയ്യും? ആ വ്യക്തിയെ ഒളിപ്പിക്കാൻ പറ്റില്ല. പള്ളിയിൽ അറിയപ്പെടുന്ന ആളായി മാറും, സ്കൂളിൽ അറിയുന്ന ആളായി മാറും, കുടുംബത്തിൽ അറിയുന്ന ആളായി മാറും. അതിന് ഒരു വിലയും നിലയൊക്കെ സമ്പാദിച്ചെടുക്കുക അല്ലേ? അങ്ങനെ രണ്ടാം തരം ആൾക്കാരിങ്ങനെയാണ്. കിട്ടിയതെല്ലാം അവർ അധ്വാനിച്ച് വർദ്ധിപ്പിച്ച് അവർ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ജീവിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്നാ ചെയ്യും? എപ്പോഴും ആകാശത്ത് ഇത് പറന്നുകൊണ്ടിരിക്കുവോ? ഇല്ല. ഞാനൊരു തട്ട് കൊടുക്കുമ്പോൾ അത് പൊങ്ങുന്നു, വീണ്ടും താഴെ വരുന്നു. ഇതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്നാ ചെയ്യും? ഒരു കുത്തിട്ട് കൊടുത്താൽ പൊട്ടും. അവസാനം ഇതിങ്ങനെ പറന്ന് പൊങ്ങി, ഇങ്ങനെ പൊങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഒതുങ്ങും അല്ലേ? നമ്മൾ കാണുമ്പോൾ അത് എവിടെയെങ്കിലും ഇപ്പോൾ ഇത് താഴെയാ പോയിരിക്കുന്നത്. ഇതുപോലെ ജീവിതത്തിൽ കളറായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പറക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നാ ചെയ്യും? താഴെ അവസാനം ഏതെങ്കിലും മൂലകളിൽ ഒതുങ്ങാനുള്ള സാധ്യത ഉണ്ട്. പ്രശ്നം വരുമ്പം നമുക്കത് കയ്യിൽ ഒതുങ്ങാത്ത പ്രശ്നമായി മാറി ഇരിക്കും. ഓക്കെ, ഇനി മൂന്നാം തരം ആൾക്കാർ. ഓക്കെ, വളരെ കെയർഫുൾ ആയിട്ടാണ് സിസ്റ്റർ എടുത്തതല്ലേ? ബലൂൺ മറ്റേ എയർ നിറച്ച ബലൂൺ പോലെയല്ല, വളരെ ശ്രദ്ധാപൂർവമാണ് എടുത്തത്. ഇതിനകത്ത് എന്തായിരിക്കും? ഇത് ബലൂണാണ്. ബലൂണിനകത്ത് എന്താ? വെള്ളം. ഓക്കെ, വെള്ളം നിറച്ചെന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത് സിസ്റ്റർ കൈവിട്ടാൽ താഴെ വീഴും. എന്നുവെച്ചാൽ എപ്പോഴും താങ്ങി പിടിക്കണം. ആരെങ്കിലും പിടിച്ച് പൊക്കി ഉയർത്തിയാലേ ഇത് പൊങ്ങത്തുള്ളൂ. എന്നുവെച്ചാൽ ഭയങ്കര ആശ്രയം. ഓക്കെ, കുട്ടിക്കാലത്ത് അഫ്കോഴ്സ് നമുക്ക് പപ്പയും അമ്മയൊക്കെ വേണം. പക്ഷെ 25-30 വയസ്സായാലും അവരില്ലാതെ പറ്റില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും സപ്പോർട്ട് വേണം. എപ്പോഴും കൂടെ ആരെങ്കിലും ഇല്ലെങ്കിൽ, മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരടി അങ്ങോട്ട് സ്വന്തമായിട്ട് എടുക്കത്തില്ല. ഒരു ഗട്ട്സ് ഇല്ല, ഒരു തീരുമാനം എടുക്കത്തില്ല. എന്ത് കാര്യത്തിനും ഒരു സപ്പോർട്ട് വേണം. ചില മനുഷ്യർ അങ്ങനെയാണ്. സപ്പോർട്ടില്ലെങ്കിൽ, ഒരു ആശ്രയമില്ലെങ്കിൽ സ്വയമേവ ചെയ്യാനും ഉയർത്താനും അവർക്ക് പറ്റില്ല. ജീവിതത്തിൽ എപ്പോഴും സപ്പോർട്ട് വേണം. അത് നല്ലതാണോ? 30 വയസ്സായാലും സപ്പോർട്ട് വേണം. ഓക്കെ, അങ്ങനെ അത് അത്ര ശരിയല്ല. അപ്പോൾ അവർ ഇങ്ങനെ താങ്ങി പിടിച്ച് ജീവിക്കണം. എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണിത്. ഈ കൈ ഒന്ന് വിട്ടാൽ, സിസ്റ്ററിൻ്റെ കൈ ഒന്ന് വിട്ടാൽ എന്നാ ചെയ്തും ഇതിനകത്തുള്ളതെല്ലാം വെള്ളം എല്ലാം സ്പ്ലാഷ് ആവും. മാത്രമല്ല പിന്നെ അത് പൊട്ടും, അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഒന്നാം തരം അതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങ് ഇരുന്നോളും. ഓക്കെ, ജനിച്ചതുപോലെ വലിയതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ജീവിക്കാം. രണ്ടാമത്തത് താഴെപ്പോയ ബലൂണ് പോലെ എന്താ ചെയ്യുന്നു? പൊങ്ങുന്നു, ഉയർത്തുന്നു. പക്ഷെ ഒരു പ്രശ്നം വന്ന് അവസാനം താഴെ പോവാം. മൂന്നാമത്തത് മക്കളെ വിചാരിക്കാം, ഈ ബലൂണിനകത്ത്
സത്യത്തിൽ ഇതിലിപ്പോൾ എയറാണ്. വിചാരിക്കുക ഇതിൽ ഹൈഡ്രജൻ ആണ് നിറച്ചു വെച്ചേക്കുന്നത്. ഹൈഡ്രജൻ നിറച്ചു വെച്ചിരിക്കണമെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ഈ പിടിവിടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ ഉയരങ്ങളിലേക്ക് പോകും. അല്ല, അതിൻ്റെ സാധ്യത മുകളിലാണ്, താഴ്വാരമല്ല. കൈവിട്ടാൽ അതേ ഇത് അങ്ങ് പോവും. ഇതിൻ്റെ സ്പേസ് ഓപ്പൺ ആണെങ്കിൽ അങ്ങ് പറന്ന് പൊക്കോളും. ഓക്കെ, പിന്നെ കാറ്റടിക്കുന്ന ദിശ അനുസരിച്ച് അതങ്ങ് പൊങ്ങി പൊങ്ങിയേ പോവും. ഓക്കെ, ഇതുപോലെയാണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ. ഓക്കെ, നമുക്ക് 4 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണ്, ഈശോയൊക്കെ ഉള്ള ആളാണ് എങ്കിൽ അതുപോലെ ആകാം. അല്ലെങ്കിൽ പറന്ന് കുറച്ച് മുമ്പേ ഉയർന്നു ഇപ്പോൾ ദേ താഴെ കിടക്കുന്ന ബലൂണ് പോലെ ആകാം. മറ്റത് ഒരു ബേസ് ഉണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങത്തുള്ളൂ. ആ രീതിയിൽ ജീവിക്കാം. മൂന്നാമത്തത് ഇതിൻ്റെ കണ്ടന്റ്, ഇതിൻ്റെ ഉള്ളടക്കം ഹൈഡ്രജനാണ്, പൊങ്ങിപ്പറക്കാം. ഏത് വേണം? നമുക്കിതുപോലെ ആകണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഹൈഡ്രജൻ ആണെങ്കിൽ ഇങ്ങനെ പൊങ്ങി പറക്കുന്നത് പോലെ. ഓക്കെ, ഇതിൻ്റെ അവസാന ശ്വാസം വരെ അത് പൊങ്ങി ഇങ്ങനെ ആകാശത്തിൽ പരിലസിച്ച് മറ്റുള്ളവർ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് കാറ്റിനൊപ്പം, കാറ്റാണ് പിന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്, കാറ്റിനൊപ്പം ജീവിക്കുന്ന ഒരു ബലൂണായി മാറണമെങ്കിൽ മക്കളെ നമ്മൾ അസാധ്യത ഉള്ളത്, അതിർവരമ്പുകളില്ലാത്ത ദൈവത്തെ കൂട്ടുപിടിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. അല്ലെ, ഉള്ളിൽ എന്താണ് ഉള്ളത് അതേ നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ ശീലങ്ങളിലൂടെ ഒക്കെ വളരും, പുറത്ത് വരത്തുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് ദൈവസ്നേഹം, ദൈവവിശ്വാസം നിറയ്ക്കണം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അത്രയും മതി. ഈശോയെ ഒരു പ്രശ്നം, എൻ്റെ ഈശോ കൂടെ പറഞ്ഞ, എൻ്റെ അടുത്ത് നിൽക്കണേ, എന്നെ ചേർത്ത് പിടിക്കണേ, എനിക്കൊരു ഉത്തരവില്ല, എൻ്റെ പൊന്നി ഈശോപ്പേ ഒന്ന് സഹായിക്കണേ. ഇങ്ങനെ മക്കളെ ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചു നോക്കിയേ, നമ്മളെ സഹായിക്കാൻ ദൈവം ഓടിയെത്തും. എന്തോ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി നമ്മളടുത്ത് വന്ന് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പം അതാണ് ഈ ബലൂണിൻ്റെ കഥയിലൂടെ സിസ്റ്റർ പറഞ്ഞു തന്നത്. ഇനി അപ്പം ദൈവം നിറഞ്ഞു. രണ്ടാമത്തത്, സൈൻ ബോർഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു റോഡിൽ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സൈൻ ബോർഡ് കാണത്തില്ലേ? മുകളിൽ കാണും, ചിലപ്പോൾ സൈഡുകളിൽ ഇങ്ങനെ ആരോ കൊടുത്ത് കാണും. ഉദാഹരണത്തിന് വിചാരിക്കുക, എനിക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകണം. ഓക്കെ, വലിയ കാറൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1 ചിലപ്പോഴിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ക്രോസ് റോഡ്സിൻ്റെ അടുത്ത് കാണും, ചിലപ്പോൾ അടുത്ത് എറണാകുളത്ത് നിന്നാണല്ലോ, അടുത്ത് തൃപ്പൂണിത്തുറയിലേക്ക് തിരിയാൻ വലതോട്ട് ടേൺ എടുക്കണം. ഇനി ഷൊർണൂർ പോകാൻ അല്ലെ തൃശ്ശൂർ പോകാൻ ഇടതോട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് എവിടെയാണ് പോകേണ്ടത്? തിരുവനന്തപുരത്താണ് പോകേണ്ടത്. അപ്പോൾ ഈ സൈൻ ബോർഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകും, തിരുവനന്തപുരം ഇങ്ങോട്ട്, പിന്നെ എന്താണ് തൃശ്ശൂർ ഇങ്ങോട്ട് റൂട്ട് എടുക്കണം. ഞാൻ ഈ സൈൻ ബോർഡുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല, എനിക്കിഷ്ടമുള്ള ദിശയിലോട്ട് ഞാൻ അങ്ങ് ഓടിച്ചു പോവാണ്. എൻ്റെ കയ്യിൽ കാറുണ്ട്, പെട്രോളും ഒക്കെ അടിച്ചിട്ടുണ്ട്, പക്കാ വണ്ടിയാണ്, എനിക്കും ഡ്രൈവിംഗ് ഒക്കെ അറിയാം, ഞാൻ പരിശീലിച്ച് നല്ല ലൈസൻസ് ഒക്കെ എടുത്ത ആളാണ് എന്നുള്ള ഗമയിൽ ഞാനിരുന്ന് ഞാൻ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ പോയാൽ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്നാൽ അപ്പോൾ അത്യാവശ്യം സാധാരണ വണ്ടിയുണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ സൈൻ ബോർഡ് നോക്കും, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടത്തില്ലേ, അവർ പറയുന്നത് അനുസരണയോടെ കേട്ട് വണ്ടിയൊക്കെ എടുക്കും. ഉദ്ദേശം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ഒക്കെ പോകത്തുള്ളൂ. അപ്പം തിരുവനന്തപുരത്തിന് റൈറ്റ് ടേൺ എടുത്ത് പോവുക, തൃശ്ശൂരിനാണെങ്കിൽ ലെഫ്റ്റ് ടേൺ എടുക്കുക. അപ്പം ഞാനത് ശ്രദ്ധിക്കും, നോക്കും, അതനുസരിച്ച് എടുക്കും. കൃത്യസമയത്ത് ഒരു ഉദ്ദേശം, ഒരു ലെവലിൽ ഒരു സമയത്തിന് നമ്മൾ എത്തില്ലേ, യാത്രയെ സന്തോഷമായിരിക്കും. ടൈം നോക്കി ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഹോട്ടലിലൊക്കെ കയറി വയർക്ക് നിറച്ച് മനസ്സ് നിറച്ച് സന്തോഷത്തോടെ സമയത്തിനെത്തും. ജീവിതത്തിൽ അതുപോലെ ചില സൈൻ ബോർഡ്സ് ഉണ്ട് മക്കളെ. ഓക്കെ, നാം താൻ രാജാവും, ഐ നോ എവറിത്തിങ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, യു മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞൊന്നും നടക്കരുത്. ചില സൈൻ ബോർഡുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, യാത്രയ്ക്ക് സൈൻ ബോർഡ് എങ്ങനെയാണോ സഹായിക്കുന്നത് അതുപോലെ സൈൻ ബോർഡാണ് ഈശോ കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് ആൾക്കാരെ തന്നിട്ടില്ലേ? മാതാപിതാക്കൾ ജനിപ്പിച്ച പപ്പയും അമ്മയൊക്കെ ചില കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കും, പപ്പയ്ക്കും അമ്മയ്ക്കും എന്തറിയാം, പപ്പ അന്തക്കാലത്ത് ജീവിച്ച ആൾക്കാരാണ്, അവർക്കറിയത്തില്ല, ഞാനാണ് സ്കൂളിൽ പോകണം, ഞാനാണ് പഠിക്കുന്നത്, സാഹചര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പാടുള്ളൂ, നിങ്ങളൊന്നും പറയണ്ട, എനിക്കറിയാം.
എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അവർക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം, നമുക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, കുറവുകളൊക്കെ ഉണ്ട്. അതുപോലെ പപ്പയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ പറയുമ്പോൾ, അവർ കറക്റ്റ് ചെയ്യുമ്പോൾ നല്ല മനസ്സോടെയാണ്. നമ്മളെക്കാളിലും പറന്നുയരണം, നമ്മളെക്കാളിലും വളരണമെന്നാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളു പൊളിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മുഴുവനും നല്ല പ്യുവറായിട്ടുള്ള സ്നേഹമാണ് ഉള്ളിൽ. പക്ഷെ പുറത്ത് വരുമ്പം ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഭാഷയിലായിരിക്കും വരുന്നത്, കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ മക്കളെ, ഒരാളില്ലേ, ഈശോപ്പയില്ലേ, എല്ലാം കേട്ടോളും. ഓക്കെ, അപ്പം നിങ്ങൾ അവരുടെ കുറവുകൾ സൂം ചെയ്യാതെ അവർ ചില കാര്യങ്ങൾ ഡയറക്ഷൻസ് പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കണം. ചിലപ്പോൾ കേട്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുവാണെങ്കിൽ മനസ്സിൽ ദൈവത്തെ വിളിച്ചാൽ മതി, ഒരു കുരിശൊക്കെ ഇട്ട്, എന്ന് വെച്ചാൽ നമുക്ക് അത്ര വിഷമവും സങ്കടമൊക്കെ വരുവാണെങ്കിൽ, ഈശോയെ എന്നെ സഹായിക്കണേ തമ്പുരാനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കുക. അവരെ വേദനിപ്പിക്കരുത്. ഓക്കെ, അച്ഛനും അമ്മയും നമ്മുടെ ജീവിതത്തിലെ സൈൻ ബോർഡ്സ് ആണ്. റോഡിൽ എങ്ങനെയാണോ സൈൻ ബോർഡ്സ് സഹായിക്കുന്നത്, അതുപോലെയാണ് ജീവിതത്തിൽ സഹായിക്കുന്നത്. ഇനി പപ്പയും അമ്മയും മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ അച്ഛന്മാർ കാണും, സിസ്റ്റേഴ്സിനെ കാണും, പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ടീച്ചേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ ജീവിതത്തിലെ പല 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 സൈൻ ബോർഡ്സ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ. അവരെ ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് വിചാരിച്ചാൽ എൻ്റെ മക്കൾ അതൊന്നും നടക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്തതുള്ള ഒരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്, ഒരു ടിപ്പാണ്. അതിൻ്റെ ഫോമുല ഇങ്ങനെയാണ്: പ്രേയറൈസ്, പിക്ചറൈസ്, ആക്ച്വലൈസ്. ഒന്ന് പഠിച്ചേ, പ്രേയറൈസ്, പിക്ചറൈസ്, ആക്ച്വലൈസ്. ഇത് വിൻസെന്റ് പേൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തിങ്കറുടെ ഒരു ഐഡിയയാണ്. പക്ഷെ ഒരു നല്ല സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. എന്ന് പറയുമ്പോൾ, സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പല പല സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ചില സമയങ്ങളിലൊന്നും അങ്ങ് ക്ലിക്ക് ആവത്തില്ല, വർക്കൗട്ട് ആവത്തില്ല, ഉദ്ദേശിച്ചതുപോലെ നടക്കത്തില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് ഒരു കാര്യം ചിന്തിച്ചാലുണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിൽ അമിഗ്ഡല എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ, വിഷമമുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് കേൾക്കും. ഭയങ്കര അലാം പോലെ ഭയങ്കര ആക്റ്റീവ് ആകും. ഓക്കെ, അത് എത്ര മാച്ച് കളയാൻ ശ്രമിച്ചാലും മായത്തില്ല, ഭയങ്കര അതിനൊരു പവർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടിലും ഓപ്പോസിറ്റ് പോസിറ്റീവ് കൊണ്ട് നമ്മൾ നിറയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇദ്ദേഹം പറയുന്നത്. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കുന്ന കുഞ്ഞുമക്കളല്ലേ, അപ്പം വിചാരിക്കാം, എനിക്ക് എല്ലാ വിഷയവും നന്നായി പഠിക്കണം. ഒരു ടീച്ചേഴ്സ് എന്നെ എണീപ്പിച്ച് നിർത്തി നാണം കെടുത്തുന്ന രീതിയിൽ എന്നെ വഴക്ക് പറയരുത്. ഓക്കെ, നമ്മുടെ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. വെളിയിൽ എണീപ്പിച്ച് നിർത്തരുത്. പപ്പയും അമ്മയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തി സ്കോൾഡിംഗ് ഒന്നും പ്രിൻസിപ്പൾ കൊടുക്കരുത്. ഓക്കെ, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഈ മെത്തേഡ് പ്രകാരം ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മളത് ഈ ആഗ്രഹം നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, എൻ്റെ ഈശോയെ, ഇതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് എന്നെ സഹായിക്കണമേ. ഓക്കെ, പ്രാർത്ഥന. ഓക്കെ, പ്രാർത്ഥന എന്താ? എനിക്ക് അതിൽ എക്സലൻ്റ് ആകണം, എന്നെ വിളിപ്പിക്കരുത്, എനിക്ക് നന്നായി പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണം, ഒരു അപ്രീസിയേഷൻ കിട്ടണം, ഇതൊക്കെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. രണ്ടാമത്തത് പിക്ചറൈസ്. അത് പിക്ചറൈസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ, നമ്മൾ അകക്കണ്ണുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുൻകൂട്ടി മനസ്സിൽ കാണണം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ എന്താ ചിന്തിച്ചത്? എനിക്ക് പഠിത്തത്തിൽ ഇന്ന കാര്യങ്ങൾ കുറവാണ്, അല്ലേ, എനിക്ക് പറ്റുന്നില്ല, ശ്രമിച്ചിട്ടും അത്ര വർക്കൗട്ട് ആവണില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു. രണ്ടാമത്തത് വിഷ്വലൈസ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ നന്നായി പഠിക്കുന്നു. ഓക്കെ, ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി, പ്രിൻസിപ്പൽ സിസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അച്ഛൻ അല്ലെങ്കിൽ ടീച്ചർ എന്നെ തോളിൽ തട്ടിയിട്ട് പറയണം, മിടുക്കി, എക്സലൻ്റ്, മോള് നന്നായിട്ട് വരും, ഒക്കെ മിടുക്കി കേട്ടോ, നല്ലതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തോളിലൊക്കെ തട്ടി. അപ്പം പ്രിൻസിപ്പൾ തോളിൽ തട്ടിയാൽ നമുക്കൊരു ഗമയല്ലേ, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്നു. ഓക്കെ, അപ്പോൾ തോളിൽ തട്ടി. എന്നിട്ട് ഒരു വലിയ ഫങ്ഷൻ വരുവാണ്, 10ാം ക്ലാസ്സിലെ. ഓക്കെ, ബോർഡ് എക്സാം എഴുതിയവർക്ക്, എക്സലൻ്റ് ആയിട്ട് ജയിച്ചവർക്ക് സമ്മാനം. ഓക്കെ, ഞാൻ കാണണം വലിയ സ്റ്റേജ്, 2000 പേര് ഇരിക്കുന്നത്, ആനുവൽ ഡേ. അതിൽ എന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ
പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച കസേരയിലിരുത്തുന്നു. എൻ്റെ വലതും ഇടതും എൻ്റെ പപ്പയും അമ്മയും ഇരിപ്പുണ്ട്. എന്നിട്ട് ചീഫ് ഗസ്റ്റായിട്ട് എനിക്കിഷ്ടമുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നു. ഞാനിങ്ങനെ മധ്യത്തിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവരും കൈയടിക്കുന്നു. എൻ്റെ പേര് പല പല സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ കേൾക്കുവാണ്. എന്നിട്ട് ഞാനിങ്ങനെ കയറി സമ്മാനം വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര ആരവം ഇടുന്നു. ഞാനിങ്ങനെ എടുക്കുന്നു. അപ്പം ഫോട്ടോഗ്രാഫർ പറയുന്നു സ്ട്രേറ്റ് ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയുന്നു. ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര രസമാണ്. എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നെ വഴക്ക് പറഞ്ഞ ടീച്ചറിന് ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. ഇവൻ ശരിയാവില്ല എന്ന് പറഞ്ഞവർക്ക് ഞാൻ കൊണ്ടുപോയി എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. അവരൊക്കെ നോക്കി അന്തം വിടുന്നു. ഇതൊക്കെ എന്നാ ചെയ്യണം, എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മാക്സിമം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പം ശരിക്കും നടന്നോ? ഇല്ല, സംഭവം നടന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ചെയ്ത തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോപ്പയോട് പറഞ്ഞു. രണ്ടാമത് അത് വിഷ്വലൈസ് ചെയ്തു. ഹെബ്രായർ 11:1 എന്താ, നമുക്ക് ഒന്നിച്ച് വായിക്കാം. അതിലൊരു സംഗതി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഹെബ്രായർ 11:1 എന്താ? 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഓക്കെ, അപ്പൊ എന്താ വിശ്വാസം എന്നത്? പ്രതീക്ഷിക്കുന്നവ, നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് കിട്ടും, കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ടാം ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, ഞാനത് നേടിയെടുക്കും. എൻ്റെ കഴിവും കപ്പാസിറ്റിയും വെച്ച് നടക്കത്തില്ല, പക്ഷെ കൂടെ നടക്കുന്നവൻ ഭയങ്കര പവറാണ്. ഓക്കെ, ഇരട്ടീരെ പവറാണ്. എന്നെ ഡിസൈൻ ചെയ്ത ദൈവമാണ് കൂടെ നടക്കുന്നത്. ആ ദൈവത്തിൻ്റെ സഹായത്തോടെ ഞാൻ കാണപ്പെടാത്തത് ഉണ്ട്, പ്രത്യാശിക്കുന്നവ നേടിയെടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്നാ ചെയ്യുന്നത്, മാക്സിമം കളറായിട്ട് നമ്മൾ കാണുന്നു. ഇനി എപ്പം കാണണം ഈ സംഭവങ്ങൾ? എപ്പോഴും വേണോ കാണാം, പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുമ്പോൾ. ഓക്കെ, ഉറങ്ങുമെന്ന് വെച്ചാൽ ഉറങ്ങി തുടങ്ങുമ്പോഴല്ല, ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ്. ഇപ്പം നമ്മൾ കട്ടിൽ ഇരിക്കുന്നു, ഷീറ്റ് മൂടുന്നു, ഉറങ്ങുന്നില്ലേ, കിടക്കുന്നു. ആ സമയത്ത് വേണം ഇങ്ങനെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴത്തെ എക്സാമ്പിൾ എന്താ, പഠിക്കാൻ പറ്റുന്നില്ല, സ്റ്റേജ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ കളറായിട്ട് കാണുന്നു. ഹോ, ഒരു വലിയ സ്റ്റേജ്, ഞാൻ കണക്കിന് ടീച്ചർ പേപ്പർ കൊണ്ടുവരുന്നു, ഇങ്ങനെ പേര് വിളിക്കുമല്ലോ, സുനീത. ഓക്കെ, 50-ന് 49. ഓക്കെ ഓക്കെ, നമ്മളിങ്ങനെ കാണുന്നു. ഓക്കെ, സോ ആ ടീച്ചർ റെഡിങ് ഇട്ടതും ഒരു റൗണ്ട് ഇട്ടതും ഗുഡെന്നും സ്റ്റാറും എന്നൊക്കെ എഴുതിയതൊക്കെ നമ്മളിങ്ങനെ മനക്കണ്ണുകൊണ്ട് കാണുന്നു. ഇനി ഒരു വലിയ ചേട്ടനോ ചേട്ടായിയോ പപ്പയോ അമ്മയൊക്കെ എടുക്കുമ്പോൾ ഒരുപക്ഷെ വിചാരിക്കുക അവർക്ക് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഓക്കെ, കാശിൻ്റെ ഷോർട്ടേജ് കൊണ്ടും അവരുടെ സാധ്യതകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ചേട്ടായിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വെക്കണം. പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ നല്ല കരുതൽ കൊടുക്കുന്ന സുരക്ഷിതത്വമുള്ള ഒരു റൂമൊക്കെ വേണം. ഓക്കെ, അപ്പം ഈശോയിലാണ് കൂടുതൽ സ്നേഹം. അപ്പം എന്നാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ. അപ്പം പ്രേയറൈസ്, പിക്ചറൈസ്. ഓക്കെ, കിടക്കുമ്പോൾ ചിന്തിക്കാണ്. ഓക്കെ, നല്ല വീട് വേണം കേട്ടോ സ്വപ്നം കാണാൻ. ദൈവമേ എന്തെങ്കിലും ഒരു കുഞ്ഞു വീട് തരണേന്നല്ല. അല്ല, നമ്മുടെ ദൈവം കോടീശ്വരനേക്കാൾ മേലെയാണ്, എന്ത് ചോദിച്ചാലും തരാൻ കപ്പാസിറ്റി ഉള്ള ദൈവമാണ് കേട്ടോ. അപ്പം എന്നാ ഉറങ്ങുമ്പോൾ കാണേണ്ടത് നല്ലൊരു വീട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ വീട്, അതിലാവശ്യമായ സാധ്യതകൾ. നിങ്ങൾ വരുന്നു, താമസിക്കുന്നു, വീട്ടിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്നിച്ച് താമസിക്കുന്നു, നിങ്ങൾ വെച്ചു കൊടുത്ത വീടിന്ന് നിങ്ങൾ അഭിമാനിക്കുന്നു, കടമൊന്നുമില്ലാതെ തമ്പുരാൻ്റെ കൃപ കൊണ്ട് എല്ലാം നടക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേണം, പ്രത്യേകിച്ച് കേട്ടോ. എപ്പോഴും വേണോ കാണാം, എങ്കിലും ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്നെണീക്കുമ്പോഴും കാണുക. ഓക്കെ, അപ്പം പ്രേയറൈസ്, പിക്ചറൈസ്. ഇനി ആക്ച്വലൈസ്. ആക്ച്വലൈസ് എന്ന് പറയുമ്പം അത് യാഥാർത്ഥ്യമായി മാറും. ഓക്കെ, ഇനി ആക്ച്വലൈസ് ചെയ്യാൻ മക്കളെ നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ടുണ്ട്. സ്വപ്നം മാത്രം കണ്ടാൽ പോരാ. നമ്മൾ നോക്കിയ ഏത് ഫീൽഡിലും വിജയിച്ചവരുടെ എടുത്ത് നോക്കിയേ ഒരു ഹാർഡ് വർക്കുണ്ട്, ഒരു എഫേർട്ടുണ്ട്. ഇപ്പം A+ കിട്ടിയവരുടെ, അല്ലെങ്കിൽ എക്സലൻ്റ് മാർക്ക്, അല്ലെങ്കിൽ നീറ്റ് കീറ്റ് എക്സാം ഒക്കെ എഴുതി ജയിച്ചവരെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു നോക്കിയേ. കഷ്ടപ്പാടുണ്ട്. അവർ എഴുതിയെടുക്കുന്നു, നോട്ട് എഴുതുന്നു, ചില ത്യാഗങ്ങൾ വരുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ കളിക്കുന്ന സമയത്ത്, മറ്റുള്ളവർ റീൽസും ഇൻസ്റ്റയും അപ്ഡേറ്റ് ചെയ്യാൻ നടക്കുന്ന സമയത്ത് ഇവർ എഴുതി പഠിച്ചിട്ടുണ്ടാവും, നോട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ യൂട്യൂബിൽ കണ്ടത് ഇവരെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലേ. ചില ത്യാഗങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതുപോലെ ഇപ്പം ഈ കുഞ്ഞു കുട്ടിയെ സ്വപ്നം കാണുമ്പോൾ അവൻ പിക്ചറൈസ് ചെയ്യുന്നു, പക്ഷെ അറ്റ് ദ സെയിം ടൈം പഠിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നു, വായിക്കുന്നു,
ഓക്കെ, ഹാർഡ് വർക്ക് ഉണ്ട്. അതുപോലെ ഒരു കടം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾ തന്നെ ചിലപ്പോൾ അലസത പിടിച്ച് ജോലിക്ക് പോകാതെ പണിക്ക് പോകാതെ ഇരുന്നിട്ട് സ്വപ്നം കാണുവാണെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ? അല്ല. അധ്വാനിക്കുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞു കുഞ്ഞു എഫേർട്ട്, അതായത് നമ്മളെ ഈ ദേവാലയത്തിൽ കണ്ടില്ലേ, വിധവയായ ചേച്ചി ഒരു ചെമ്പ് തൊട്ടിട്ടപ്പം കർത്താവ് അഭിനന്ദിച്ചത്. അപ്പം അവരുടെ ഉള്ള എഫേർട്ട് അവരുടെ സമ്പാദ്യം തമ്പുരാനെ കാഴ്ചവെച്ചതുപോലെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും എടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആക്ച്വലൈസ് ചെയ്യും. അപ്പൊ ഇതാണ് ടിപ്പ്, മറക്കരുത്. എന്താ ടിപ്പിന്റെ പേര്? പ്രയറൈസ്, പിക്ചറൈസ്, ആക്ച്വലൈസ്, PPA. ഓക്കെ, പ്രാർത്ഥിക്കണം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കുറവുകൾ, അത് നിറവുകളാക്കാൻ ആദ്യം പ്രാർത്ഥിക്കണം. രണ്ടാമത് അതിങ്ങനെ സ്വപ്നം കാണണം, പിക്ചറൈസ് ചെയ്യണം, നല്ല വ്യക്തതയോടെ കൃത്യതയോടെ കാണണം. മൂന്നാമത്തത് അത് ജീവിതത്തിൽ ദൈവം ചേർന്ന് നമുക്ക് നടത്തിത്തരും. അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ അസാധ്യമായിട്ടുള്ളത് തമ്പുരാനെ ചേർത്ത് പിടിക്കുന്നവർക്കില്ല. സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് ജീവിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.